ഒരു ഗ്രൂം ടു ബിയുടെയും വെഡിങ്ങിൻ്റെയും കേക്ക് വിശേഷങ്ങളാട്ടോ ഇന്നത്തത്. വെഡിങ് കേക്കിൻ്റെ വീഡിയോ പുറകെ ഇടാം. ഇപ്പം ഗ്രൂം ടു ബിയുടെ വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ. മകൻ്റെ വെഡിങ് ഡേറ്റ് ഫിക്സ് ആക്കിയപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് 2 ദിവസത്തെ കേക്ക് ഓർഡർ ചെയ്തിരുന്നു. 3 കിലോ കേക്കാട്ടോ തലേ ദിവസത്തേക്ക് പറഞ്ഞിരുന്നത്. കേക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഒരാഴ്ച മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. ഗ്രൂം ടു ബിയുടെ തലേ ദിവസം ഷോപ്പിൽ പോയി 2 ഐറ്റംസ് എല്ലാം വാങ്ങി തിരിച്ച് ഈവനിങ് ആയി കേട്ടോ വീട്ടിലേക്ക് വരുമ്പോൾ. ബസ്സിൽ വരുന്ന വഴിക്ക് എൻ്റെ ഇക്ക വിളിച്ചിട്ട് നീ വീട്ടിലോട്ട് വരണ്ട, ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയും. എന്താണെന്നോ എൻ്റെ ഭർത്താവിന് ഒരു ചെറിയ ആക്സിഡൻറ്റ് കാണാണ്ട് പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനെ ടെൻഷൻ അടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അത്യാവശ്യം നല്ല ഫ്രാക്ചറുമായിട്ട് ആൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. വേറെ വണ്ടിയായിട്ട് എന്തോ തട്ടിയതായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാലും എന്നെ അവർ അറിയിച്ചില്ല ഉച്ചയ്ക്ക് സംഭവിച്ച കേട്ടോ. ഇക്കയുടെ ഫ്രണ്ട്സും എൻ്റെ ഇക്കായും എല്ലാം ഉണ്ടായിരുന്നു. ടെസ്റ്റിലൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് അവർ നൈറ്റ് ആയപ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. അതുവരെയും കേക്കിൻ്റെ കാര്യം ഒന്നും മനസ്സിലില്ലായിരുന്നു. ഇക്ക ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ വെഡിങ് വർക്ക് ഉള്ളത് അവർക്ക് ഇവിടെ നിന്നാൽ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാനതൊന്നും മൈൻഡ് ആക്കുന്നില്ലായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ കുറേ കൂട്ടുകാരൊക്കെ വന്ന് അവരെല്ലാവരുമായിട്ട് ഇരുന്ന് സംസാരിച്ച് 1 മണിയോളമായി എല്ലാവരും പോയപ്പോൾ. എൻ്റെ മനസ്സിലാണെങ്കിൽ എന്ത് ചെയ്യും പഠിച്ചവനെ, അത്യാവശ്യം നല്ല പണിയുണ്ട്, അവസാനം വിചാരിക്കുകയൊക്കെ ചെയ്യാനും പറ്റില്ല എന്ന് പറയാനും പറ്റത്തില്ല. ഒരു പ്രതീക്ഷയുടെ കാത്തിരിക്കുമല്ലേ. രാവിലെ കൊടുക്കാനായിട്ട് ഒരു കിറ്റ്കാറ്റ് കേക്ക് ഉണ്ട്. രണ്ടും കൽപ്പിച്ച് ഞാൻ വർക്കിനങ്ങ് കയറിയേ. ഒരു തുള്ളി പോലും ഉറങ്ങാതെ കേക്ക് എല്ലാം സെറ്റാക്കി വെച്ച് നേരം വെളുത്ത് രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും വർക്ക് തുടങ്ങി. അങ്ങനെ 2 ദിവസം ഉറങ്ങാതെ ശരിക്കും എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല തലവേദനയുണ്ട്. എന്നിട്ടും രണ്ടും കൽപ്പിച്ച് നന്നായിട്ട് അങ്ങ് ചെയ്ത് കൊടുത്തേട്ടാ. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അവർ പറഞ്ഞ മോഡലിൽ തന്നെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് പിന്നെ ബീച്ചിൽ കൊണ്ട് കൊടുത്തേട്ടാ.